ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 76ാമത്തെ പാർട്ടാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഗേറ്റിനരികിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പേ എന്നാരും എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന അനുരാഗിനെ കണ്ട്. അവനെ കണ്ടത് ഞാൻ വേഗം കണ്ണൊക്കെ തുടച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തി. അവൻ എൻ്റെ അരികിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ വിടയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശിവയെ കാണാമെന്നാന്ന് പറഞ്ഞു. അവനൊരു കാര്യത്തിന് പുറത്തേക്ക് പോകുന്ന വഴി എന്നെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ വരുന്നില്ല എന്ന് ദേഷ്യത്തോടെ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയാലോ മോളെ? എത്ര നാളായി നിന്നൊന്ന് കയ്യിൽ കിട്ടാൻ പിന്നാലെ നടക്കുന്നതെന്നറിയോ? വിടണ എന്നെ കയ്യിൽ നിന്ന്. കാരണം കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ കൈ ഉയർത്തി അവനെ അടിക്കാൻ നിന്നെങ്കിലും അവൻ ഒരു സ്പ്രേ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. പാർവണയ്ക്ക് പതിയെ കണ്ണുകൾ അടയുന്ന പോലെ തോന്നി. ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ പോയതും അനുരാഗ് അവളെ താങ്ങി പിടിച്ച് കാറിലേക്ക് കയറ്റിയിരുന്നു. പാർവണ കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ശിവ, ശിവ! അവൾ അലറിക്കൊണ്ട് വിളിച്ചത് ആ മുറിയിലാകെ ഒരു ചിരി അലയടിച്ചു. ഒപ്പം ആ മുറിയിലൊരു ലൈറ്റും തെളിഞ്ഞു വന്നു. ശിവ എങ്ങനെ ഇവിടെ വരാനാ പാർവണ? നീ അനുരാഗെന്ന് വിളിച്ചോ? അപ്പൊ വിളി കേൾക്കാൻ ഞാനെങ്കിലും ഇവിടെ ഉണ്ടാവും. അല്ലാതെ ഒരു ഈച്ച കുഞ്ഞു പോലും നിന്റെ വിളി കേൾക്കില്ല. അനുരാഗ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്താണ് വേണ്ടേ? എന്നെ എന്തിനാ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിരിക്കണേ? പാർവണ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറ് അഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ ബലം പിടിച്ച് കൈ വേദനിക്കാൻ നിൽക്കണ്ട. ആ കെട്ട് അങ്ങനെയൊന്നും അഴിയില്ല. അത് പറഞ്ഞവൾ ഒരു ചെയർ വലിച്ചിട്ട് അവളുടെ മുന്നിലേക്ക് ഇരുന്നു. നീ എന്താ ചോദിച്ചേ? നിനക്ക് എന്താ വേണ്ടതെന്നോ? എനിക്ക് വേണ്ടത് നിന്റെ ഭർത്താവിനെ, ശിവരാഗിനെ. അവനിവിടേക്ക് വരുത്താനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട ഭാര്യ അപകടത്തിലാന്നറിഞ്ഞാൽ അവൻ ഓടി വരാതിരിക്കില്ലല്ലോ. നിനക്കെന്തിനാ ശിവയോട് ഇത്ര പക? അവൻ നിന്നോട് എന്താ ചെയ്തേ? അവൾ ചോദിച്ചു. എന്നോട് എന്താ ചെയ്തേന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചു കാലം മുന്നോട്ട് പോകേണ്ടി വരും. അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്. കഥ തുടങ്ങുന്നത് ബാംഗ്ലൂരിലാണ്. കഥാനായിക നിനക്കറിയും, സത്യ, വരാഹി സത്യ. ശിവയുടെ പ്രണയം വെറും പ്രണയമല്ല, അസ്ഥിക്ക് പിടിച്ച പ്രണയം. ഞങ്ങൾ MBBS പഠിക്കുന്ന കാലത്ത് തന്നെ ആ കോളേജ് മുഴുവൻ പ്രസിദ്ധമായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം കണ്ടു നിൽക്കുന്നവർക്ക് പോലും അത്ഭുതം തോന്നിപ്പോവും. ആ ഒരു പ്രണയം. ശിവ അവനൊരു പാവായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചിരിയോടെ എല്ലാം കേട്ടു നിൽക്കും. തിരിച്ചൊന്നും പറയില്ല, പ്രതികരിക്കില്ല. പക്ഷെ അവൾ വരാഹി, അവൾ അങ്ങനെയായിരുന്നില്ല. ഒരു പുലിക്കുട്ടി തന്നെയായിരുന്നു. എന്താടിന്ന് ചോദിച്ചാൽ അതിന് ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു പറയും. കോളേജ് വെച്ച് ഞങ്ങൾ തമ്മിൽ 1-2 തവണ മുടക്കിയിട്ടുമുണ്ട്. അന്ന് കോളേജ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ച ഞാൻ. ആ കുട്ടിക്ക് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. പരാതി മൊത്തം അവളുടെ കൂട്ടുകാരി വരാഹിക്കായിരുന്നു. അന്ന് അവൾ പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് ചെയ്ത് വലിയൊരു പ്രോബ്ലം ആക്കി. അതിൻ്റെ ഭാഗമായിട്ട് 2 ആഴ്ച തന്നെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കോളേജ് ആകെ ഞാൻ നാണം കെട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ കാര്യം മറന്നു. പക്ഷെ ഞാൻ മറന്നില്ല. എനിക്ക് അവളോട് അടങ്ങാത്ത ഒരു പകയായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതിന് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സൗഹൃദത്തിന് മുഖംമൂടി അണിഞ്ഞ് ഞാൻ അതെല്ലാം മറച്ചു വെച്ചു. പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ പലരും പല ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ന്യൂ ഇയർ തലേന്ന് ന്യൂ ഇയർ പാർട്ടിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരു അച്ഛനും മകളും നിൽക്കുന്നു. കാറ് ബ്രേക്ക് ഡൗൺ ആയത് കണ്ടതും ഞങ്ങൾക്ക് മനസ്സിലായി. കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു വരാഹി. എന്നത്തെയും പോലെ പുഞ്ചിരിയുടെ നല്ല മുഖം മൂടിയാണ് ഞാനും എൻ്റെ കൂട്ടുകാരും അവരുടെ അടുത്തേക്ക് നടന്നു. സംസാരത്തിനിടയിൽ ഞാൻ പോലും അറിയാതെ എനിക്ക് അവളോടുള്ള ദേഷ്യം പുറത്തു വന്നു. ആദ്യം ചെറിയ ഒരു വാക്ക് തർക്കത്തിലാണ് തുടങ്ങിയെങ്കിലും അവസാനിച്ചത് വലിയൊരു വഴക്കിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവളുടെ തന്തയുടെ തലക്കടിച്ച് ബോധം കെടുത്തി. അവളെയും കൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. ഒന്ന് പേടിപ്പിച്ച് വിടാനായിരുന്നു വിചാരിച്ചെങ്കിലും കാര്യങ്ങൾ എപ്പോഴോ കൈവിട്ടുപോയി. അല്ലെങ്കിലും കൈവിട്ട് പോയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നല്ലോ, ശരിക്കും ഒരു ദേവതയെ പോലെ.
പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അവളോടൊരു മോഹം ഉണ്ടായിരുന്നു. അന്നത്തെ രാത്രി ഞാനും എൻ്റെ എല്ലാ മോഹങ്ങളും തീർത്തു. ഒപ്പം എൻ്റെ കൂട്ടുകാരും. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ കിടക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എത്ര തവണ എൻ്റെ ദാഹം അവളിൽ നിന്ന് തീർത്തതെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരുപാട് വേദനിപ്പിച്ചു. അതും എനിക്കൊരു തരം ലഹരിയായിരുന്നു. ഓരോ തവണ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് നാണം കെടുത്തിയില്ലേ അവളെ എനിക്ക് ഓർമ്മ വന്നേ. ആ പക മുഴുവനായി ഞാൻ അവളെ തന്നെ തീർത്തു. ചത്തെന്ന് കരുതി ഞങ്ങൾ അവളെ റോഡിൻ്റെ അരികിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. അല്ലെങ്കിലും ആ അവസാന ശ്വാസത്തിലും അവൾ ശിവ എന്ന പേര് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഒരു ഭക്ഷണം ചിരിയോടെ അനുരാഗ് പറഞ്ഞു നിർത്തി. ഇത് ശിവയായിട്ട് എന്താ ബന്ധം? ഇതുവരെ ഒരു ബന്ധവുമില്ല, ഇനിയാണ് ബന്ധം. ഞാനും ചന്ദ്രശേഖർ, കളരിക്കൽ ജോൺ എന്ന 2-3 കൂട്ടുകാരായിരുന്നു അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നത്. മരിച്ചു എന്ന് കരുതി ഞങ്ങൾ ഉപേക്ഷിച്ചു വന്ന വരാഹി മിസ്സിംഗ് ആണെന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത്. റോഡിനടിയിൽ കിടക്കുന്ന പെൺകുട്ടിയെ ഞങ്ങളെപ്പോലെ വേറെ ഏതെങ്കിലും ആളുകൾ കൊണ്ടുപോയതായിരിക്കും എന്ന് കരുതി ഞങ്ങളും ആ കാര്യം വിട്ടു. പക്ഷെ ശിവ അവനത് വിട്ടിരുന്നില്ല. എൻ്റെ ഒപ്പമുള്ള 2 സുഹൃത്തുക്കളെ അവൻ കൊന്നു. ആദ്യം അതൊരു സ്വാഭാവിക മരണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്നെ തിരഞ്ഞു പിടിച്ച് അവനും വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. പിന്നീടാണ് വരാഹിയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അതും ശിവയുടെ കൂടെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ഞാൻ ഊഹിച്ചു. അതും മെഡിക്കൽ ഫീൽഡ് വിട്ട് അവൻ പിന്നെയും വീണ്ടും വന്നപ്പോൾ എൻ്റെ സംശയങ്ങൾ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ കാരണമായി. അവൻ്റെ അടുത്ത ലക്ഷ്യം ഞാനാണെന്ന് എനിക്കറിയാം. അതിനു മുമ്പേ എനിക്ക് അവനെ ഇല്ലാതാക്കണം. അവനെ എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അവന് പ്രിയപ്പെട്ട ആരെങ്കിലും ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ വെക്കണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിന്നെ കഴിവാക്കി ഞാൻ അവനെ ഇവിടേക്ക് വിളിപ്പിക്കും. അതിനു മുമ്പ് അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വെൽക്കം ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അത് നിന്റെ ചേതനേറ്റ ശരീരമാണെങ്കിലോ ഒന്നുകൂടെ നന്നാവില്ലേ? സ്വന്തം ഭാര്യ കൺമുമ്പിൽ മരിച്ചു കിടക്കുമ്പോൾ ഏതൊരു ഭർത്താവും ഒന്ന് പതറിപ്പോവല്ലോ. അത് പറഞ്ഞ ശിവരാഗ് ചെയറിൽ നിന്ന് എണീറ്റ് അവളുടെ അരികിലേക്ക് നടന്നു വന്നു. സോറി പറവണ, നീ ഇതിലൊരു തെറ്റുകാരിയുമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഏതൊരു മനുഷ്യനെയും പോലെ എനിക്ക് എൻ്റെ ജീവനല്ല വലുത്. അപ്പം എന്നെ കൊല്ലാൻ നടക്കുന്ന ഒരുവനെ അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല. ഇനി അവനെ കൊന്ന് നിന്നെ വെറുതെ വിടാന്ന് വിചാരിച്ചാൽ ഭാവിയിൽ നീ എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി വന്നാലോ? അതുകൊണ്ടാണ് നിന്നെയും കൊല്ലുന്നത്. സാരല്ല, പോട്ടെ. അത് പറഞ്ഞ് താഴെ കിടക്കുന്ന കയറെടുത്ത് അനുരാഗ് ഒരു ചിരിയോടെ പാർവണിയുടെ പിന്നെയും വന്നു നിന്നു. ശേഷം അവൻ അവളുടെ കഴുത്തിൽ കുരുക്കിട്ടു. പാർവണ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ഒരിറ്റു ശ്വാസത്തിനു വേണ്ടി അവൾ കൈകാലുകൾ ഇട്ടടിച്ചു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് കയറി വന്നു. പുറത്തുനിന്നുള്ള വെളിച്ചം അകത്തേക്ക് അടിച്ചതും അനുരാഗും പെട്ടെന്ന് കണ്ണടച്ചു. അനുരാഗ് പാർവണിയുടെ കഴുത്തിലെ കയറിൻ്റെ പിടിവിട്ട് മുന്നിൽ നിന്ന ആളിൻ്റെ അരികിലേക്ക് നടന്നു. നീ ആരാ? അനുരാഗ് മുന്നിൽ നിന്ന ആളെ നോക്കി ചോദിച്ചു. തലയടക്കം മൂടപ്പെട്ടിരുന്ന ഒരു കറുത്ത വസ്ത്രമായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അതുകൊണ്ട് അയാളുടെ മുഖം പാർവണയ്ക്കും വ്യക്തമായില്ല. തന്നോടാ ഞാൻ ചോദിച്ച ആരാന്ന്? അനുരാഗ് വീണ്ടും ചോദിച്ചതും അയാൾ കയ്യിലുള്ള കത്തി അനുരാഗിൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കി. അനുരാഗ് നെഞ്ചിൽ കൈവച്ച് താഴേക്ക് കിടന്നു. അത് കണ്ട് പാർവണ അലറി കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട കറുത്ത വസ്ത്രധാരി പാർവണി ഒന്ന് നോക്കി. ശേഷം അനുരാഗിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ നെഞ്ചിൽ കത്തി വലിച്ചൂരി. അയാൾ അവൻ്റെ ശരീരം ആകെ ആ കത്തി ആഴത്തിൽ കുത്തിയിറക്കി. അനുരാഗ് വേദന കൊണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് പതിയെ പാർവണ തളർന്നു വീണു. അബോധാവസ്ഥയിലായിരുന്ന പാർവണ ആകെ വയലൻ്റ് ആവാൻ തുടങ്ങിയതും ഡോക്ടർ അവളുടെ കൈകൾ അടക്കി നിർത്തി. പാർവണ കൂൾ, പേടിക്കണ്ട, ഡോക്ടർ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ കൊന്നു, ആരോ കൊന്നു. പക്ഷെ അതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ അവൻ മരിക്കണം. സത്യം, അവൻ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചല്ലേ കൊന്നേ? പാർവണ അബോധാവസ്ഥയിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കൂൾ പാർവണ, ഇങ്ങനെ ഇമോഷണൽ ആവാതെ, ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യ, അവളൊരു പാവമായിരുന്നു. ശിവയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് വെറുപ്പായിരുന്നു.
അവൾ ഒരിക്കലും തിരികെ വരരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവളെക്കുറിച്ച് ആലോചിക്കും, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ലേ അവൾ. പാർവണ പറയുന്നതെല്ലാം കേട്ട് ശിവ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് താൻ ഒരു കാലത്ത് ജീവന് കൊല്ലം സ്നേഹിച്ചവൾ, മറുഭാഗത്ത് താൻ ഇപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവളുടെ അവസ്ഥ. ഓരോ നിമിഷം കരയുന്തോറും പാർവണ കൂടുതൽ വയലൻ്റ് ആവാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ അവളെ കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പാർവണ ചെറിയൊരു മയക്കത്തിലാണ്. അവൾ കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ, നമുക്ക് കൺസൾട്ടിങ് റൂമിലേക്ക് പോവാം. അത് പറഞ്ഞ ഡോക്ടർ തൊട്ടടുപ്പത്തെ റൂമിലേക്ക് നടന്നു. പാർവണി ഒന്ന് നോക്കിയ ശേഷം ശിവയെ അവിടേക്ക് നടന്നു. ശിവര, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിലപ്പുറമാണ്. ഇതൊരു മർഡർ കേസാണ്. അനുരാഗ് അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവനെ കൊന്നത് ആരാണെന്നും അറിയില്ല. ഡോക്ടർ അവനെ നോക്കി പറഞ്ഞു. ഞാൻ പാർവണിയെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ അവിടെ താഴെ ആകെ രക്തം പടർന്നു കിടക്കുമായിരുന്നു. ഒരു പക്ഷേ അത് അനുരാഗിൻ്റെ ആയിരിക്കും. എന്നാൽ എത്ര ആലോചിച്ചിട്ട് അവനെ കൊന്നത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യയുടെ മിസ്സിങ്ങിന് പിന്നിൽ അനുരാഗാണെന്നാണ് ഞാൻ ഈ അടുത്ത കാലത്ത് അറിയുന്നത്. അവൻ പറയുന്ന പോലെ അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതും. പക്ഷെ അവനൊപ്പമുള്ള രണ്ടുപേരെയും കൊന്നത് ആരാണെന്ന് എനിക്കറിയില്ല. സത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് രാമച്ചനും മാത്രമേ അറിയുള്ളൂ. മൂന്നാമത് വേറെ ഒരാൾ അറിയില്ല. പിന്നെ ഇത് ആരായിരിക്കും അവരെ കൊന്നത്? എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല. തലയ്ക്കാകെ പ്രാന്ത് പിടിക്കുന്ന പോലെ. ശിവ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശിവറാം, ടെൻഷനാവാതെ. എനിക്ക് ഇയാളെ പേഴ്സണലായി അറിയാവുന്നതുകൊണ്ടും പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ടും മാത്രമാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പുറത്തറിയുകയാണെങ്കിൽ ഒരുപക്ഷെ പോലീസ് കേസാവും. പിന്നെ അതിന് പിന്നാലെ നിങ്ങൾ നടക്കേണ്ടി വരും. പാർവണയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനൊന്നും ശരിയാവില്ല. ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ പാർവണ പാസ്റ്റിലേക്ക് പോയെങ്കിലും പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും അവൾ ആ പഴയ ഡിപ്രഷൻ സ്റ്റേജ് തന്നെയായിരിക്കും. കാര്യങ്ങളെല്ലാം പതിയെ പതിയെ മാത്രമേ ശരിയാവുള്ളൂ. അവളുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആണ്. അത് മാറ്റാൻ നിങ്ങൾക്ക് കൂടെയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഈ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് കാര്യമില്ല. നാളെ തന്നെ പാർവണിക്ക് ഡിസ്ചാർജ് ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാർവണിയുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള ഇനി ഒരു ഷോക്ക് ഉണ്ടാവാൻ പാടില്ല. അതൊരു പക്ഷേ അത് ആ കുട്ടിക്ക് കൂടുതൽ അപകടത്തിലാക്കുകയാണ് ചെയ്യുള്ളൂ. ഡോക്ടർ താക്കീതോടെ ശിവയോട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശിവ അത് പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഈ അവസ്ഥയിൽ തന്നെ പാറുവിനെ കൊണ്ടുപോകണം ശിവ? ബാഗ് പാക്ക് ചെയ്യുന്ന ശിവയെ നോക്കി ദേവ ചോദിച്ചു. വേണം, ഇവൾക്ക് ഇപ്പോൾ ഒരു മാറ്റമാണ് വേണ്ടത്. ചിലപ്പോൾ ഈ യാത്ര അതിനൊരു സഹായമാവും. ഈ അവസ്ഥയിൽ നീ അവളെ കൊണ്ട് എങ്ങോട്ട് പോകാനാണ് ശിവ? ആലത്തൂർക്ക്. ആലത്തൂരോ? നിന്റെ തറവാട്ടിലേക്ക് എന്തിനാ പാർവണിയെ കൊണ്ടുപോകുന്നേ? ഗ്രാൻമ കുറച്ചു കാലമായി എന്നെ അവിടേക്ക് വിളിക്കുന്നു. മാത്രമല്ല ഇപ്പം എന്തോ അവിടേക്ക് പോകാൻ മനസ്സ് പറയുന്നു. ദേവു, അവളെ ഒന്ന് വേഗം റെഡിയാക്കണം. ശിവ രേവതിയോടെ പറഞ്ഞു. ശിവ, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ പൊക്കോളൂ. പക്ഷെ ഈ രാത്രി തന്നെ പോകണോ? നാളെ രാവിലെ പോയാൽ പോരെ? നീ പേടിക്കരുത് ദേവ, ഞാൻ അവളെ സൂക്ഷിച്ചു കൊണ്ട് പൊക്കോളാം. ഇപ്പോൾ തിരിച്ചാൽ നാളെ രാവിലെ അവിടെ എത്തും. പിന്നെ ഡോക്ടർ പറഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നാ. ശിവ അത് പറഞ്ഞപ്പോൾ പിന്നീട് ദേവ ഒന്നും പറയാൻ നിന്നില്ല. പാർക്കിംഗ് ലോട്ടിൽ നിന്നും ദേവ കാറ് ഹോസ്പിറ്റൽ മെയിൻ ഗേറ്റിലേക്ക് മുന്നിൽ നിർത്തി. അപ്പോഴേക്കും പാർവണിയും ദേവും ശിവയും കൂട്ടി പുറത്തേക്ക് വന്നിരുന്നു. പുറത്തെ ആളുകളെയും ബഹളമൊക്കെ കണ്ട് പാർവണിക്ക് വല്ലാതെ ഭയം തോന്നിയിരുന്നു. അവൾ ശിവയെ മുറുകെ പിടിച്ചു നിന്നു. പേടിക്കണ്ട, ശിവ അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ശേഷം കോ ഡ്രൈവ് സീറ്റിലേക്ക് അവളെ ഇരുത്തി. സൂക്ഷിച്ചു പോകണം ശിവ, ദേവ് പറഞ്ഞു. ആ പറച്ചിൽ ഒരു ചേട്ടൻ്റെ സ്നേഹവും കരുതലും എല്ലാം നിലനിന്നിരുന്നു. പേടിക്കണ്ട, നിന്റെ പെങ്ങളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. തിരിച്ചു വരുമ്പോൾ ആ പഴയ പാർവണിയായിരിക്കും. ശിവ ദേവയും രേവതിയും നോക്കി പറഞ്ഞ് കാറിൽ കയറി. ശിവയുടെ കാർ ഹോസ്പിറ്റൽ കയറ്റി കടന്നു പോകുന്നു നോക്കി രേവതിയും ദേവയും അവിടെ തന്നെ നിന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി എത്ര നാളെടുക്കുകയാണോ പാർവണി ഒന്ന് ശരിയാവാൻ. അങ്ങനെ അവർ യാത്ര പോവാണ്. ഡിയർ കംറേഡിൽ ബോബി ലില്ലിയെ കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ശിവ പാർവണിയും കൊണ്ട് ആലത്തൂരിലേക്ക് യാത്ര ചെയ്യണം. ആ റേപ്പ് കേസ് നമ്മളെ 2020 എന്തെങ്കിലും ഒരു സമയം പോലെ തോന്നിയ
സാരില്ല കേട്ടാ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനെ പ്രതീക്ഷിക്കുന്നു. ബൈ, താങ്ക് യു.